വിശുദ്ധ നാടുകൾ സന്ദർശിക്കുക എന്നത് ശരാശരി ക്രിസ്ത്യാനിയുടെ ആശയും ആഗ്രഹവുമാണ്. ജനത്തിൻ്റെ ആഗ്രഹമാണല്ലോ തട്ടിപ്പുകാരുടെ മേച്ചിൽപ്പുറം. ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ആദ്യം ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യവും ശരിവയ്ക്കുന്നതായിരുന്നു ഓർത്തഡോക്സ് സഭയുടെ PRO ഇറക്കിയ വിശദീകരണം. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ തട്ടിപ്പിൻ്റെ വിശദാംശങ്ങൾ ഏകദേശം വെളിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടൊന്നും അടങ്ങുകയോ തട്ടിപ്പ് നിർത്താൻ ഉദ്ദേശമോ ഇല്ല. വീണ്ടും തട്ടിപ്പിന്മേൽ തട്ടിപ്പുമായി തുടരുകയാണ്. കാശ് വാങ്ങി തട്ടിച്ചവരെ അത് തിരിച്ചു കൊടുക്കാമെന്നും വിശുദ്ധ നാട്ടിൽ കൊണ്ടുപോകാമെന്നുമൊക്കെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയാണ് ഇപ്പോഴത്തെ പരിപാടി. അതിനായി ബാവായുടെ പേര് വരെ വലിച്ചിഴയ്ക്കുന്നു. ഒരിടയ്ക്ക് പറഞ്ഞു നടന്നു ബാവായെ കൊണ്ട് SP സംസാരിച്ച് കേസ് ഒതുക്കുമെന്ന്. ഇതൊരു ഭീഷണി മാത്രമായിരുന്നു. താൻ ദേവലോകത്തും ബാവായുടെ അടുത്ത് സ്വാധീനമുള്ള ആളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം. ഏതായാലും ഈ വലയിൽ ബാവ വീണില്ല. ഇപ്പോൾ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് സാമ്പത്തിക ശേഷിയുള്ള ചിലരെ കൂട്ടുപിടിച്ചും അവരെ മുന്നിൽ നിർത്തി ജനത്തെ വിശ്വസിപ്പിക്കാനാണ് പുതിയ ശ്രമം. ഏതായാലും കാശ് തിരിച്ചു കൊടുക്കാം എന്ന വാഗ്ദാനം പറഞ്ഞിരുന്ന തീയതിയൊക്കെ കഴിഞ്ഞു പഴഞ്ചാക്ക് പോലുള്ള വാക്കായി തുടരുന്നതോടെ അച്ഛനല്ലേ തരും, തരാതിരിക്കില്ല എന്ന് വിശ്വസിച്ചവരുടെ വിശ്വാസത്തിനും ഇളക്കം തട്ടിത്തുടങ്ങി. ഈ പൊല്ലാപ്പിനിടയിലും പഴയ സെമിനാരിയിലെ സ്മൃതി മന്ദിരം പണി സ്വന്തം കോൺട്രാക്ടർക്ക് ഒപ്പിച്ചെടുക്കാനുള്ള കളി വിജയിച്ചു. ആ വകയിലും അല്പം ചില്ലറ കമ്മീഷനിനത്തിൽ കിട്ടിയേക്കാം. എനിക്കെതിരെ കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിലും കേസില്ല എന്ന് പറഞ്ഞ മഹാൻ FIR ഇടാതിരിക്കാൻ നടത്തുന്ന ശ്രമം അതികഠിനം. സ്വന്തം പാർട്ടിയുടെയും എതിർ പാർട്ടിയുടെയും നേതാക്കളെ കണ്ട് തൻ്റെ തട്ടിപ്പിനെ മറയ്ക്കുവാൻ ഓട്ടത്തോടോട്ടം. ഇതിനിടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തവരെ കൊണ്ട് ഭീഷണിപ്പെടുത്തി പരാതി ഒത്തുതീർന്നു എന്നെഴുതി വാങ്ങാനും ശ്രമം നടന്നു. പക്ഷേ കാശ് തന്നാൽ കേസ് രാജിയാക്കാം എന്ന നിലപാടിൽ തട്ടിപ്പിനിരയായവർ ഉറച്ചു നിന്നതോടെ ആ ശ്രമവും വിഫലമായി. പല വഴികൾ നോക്കുന്നതിൽ ഒന്ന് ചിത്രിപ്പിക്കലാണ്. ഇന്ത്യ പോലൊരു വലിയ രാജ്യത്തെ ബ്രിട്ടൻ പോലൊരു കൊച്ചു രാജ്യം കീഴടക്കുകയും 200 വർഷത്തോളം ഭരിക്കുകയും ചെയ്തതെന്തുകൊണ്ട്? അന്ന് ഇന്ത്യ എന്നൊരു രാജ്യമില്ല. പരസ്പരം ഭിന്നിച്ചു നിന്ന കുറേ നാട്ടുരാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ഒന്നാകെ ചിത്രിച്ചു തന്നെ നിൽക്കാൻ വേണ്ട പൊടി കൈകളൊക്കെ ബ്രിട്ടീഷുകാർ വിജയകരമായി നടപ്പാക്കി. അതുപോലെ പരാതിക്കാരെ ചിത്രിപ്പിച്ച് നിർത്തുകയാണ് ഒരു വഴി. ഏതായാലും ഏതാനും പേരോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം, ബാക്കിയുള്ളവർക്ക് കാശ് കൊടുത്തേക്കാം എന്നാണ് പലരോട് രഹസ്യമായി പറയുന്നത്. തൊമ്മനോട് നിന്നെ കൊണ്ടുപോകാം, ചാണ്ടിക്ക് കാശ് കൊടുക്കാം എന്ന് പറയുന്ന അതേ നാവുകൊണ്ട് ചാണ്ടിയോട് ചാണ്ടിച്ചനെ കൊണ്ടുപോകാം, തൊമ്മനെ കാശ് കൊടുത്ത് ഒഴിവാക്കിയേക്കാം എന്നും പറയും. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, ഈ ടീമിൽ ആരും ഇദ്ദേഹത്തിൻ്റെ ഇടപാടിൽ വിശുദ്ധ നാട് കാണുകയോ കൊടുത്ത കാശ് തിരിച്ചു വാങ്ങുകയോ ഉണ്ടാകില്ല. വിശ്വാസ്യത കൂട്ടാനാണോ ചെറുപ്പക്കാരനായ കോട്ടയം സെൻട്രൽ ഭദ്രാസന സെക്രട്ടറിയെ കൂടെ കൂട്ടിയിരിക്കുന്നത്? അതോ PR വർക്കിൻ്റെ ചുമതല അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? വലിയ ദുഷ്പേരില്ലാത്ത ഭാവിയുള്ള ഒരു വൈദികനെ ഇങ്ങനെ തട്ടിപ്പിനും ഗുണ്ടായുസത്തിനും കൂട്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ ഭാവി നശിപ്പിക്കരുതേ. എന്തിനാ അച്ഛാ ഇങ്ങനെ വഞ്ചന നടത്തുന്നത്? കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ കയ്യിലെടുക്കുന്ന ഒരു പുരോഹിതൻ ഇങ്ങനെ വിഹിതമല്ലാത്തത് ചെയ്താൽ ശിക്ഷ കിട്ടുമെന്നൊരു ഭയമോ ശങ്കയോ ഇല്ലേ? ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ലാത്ത ഈ പോക്കിൻ്റെ ഫലം തലമുറകൾക്ക് ശാപമെന്ന് തിരിച്ചറിയാത്തത് എന്താ അച്ഛാ? കുറഞ്ഞ പക്ഷം എനിക്ക് അബദ്ധം പറ്റിപ്പോയി, തിരിച്ചു തരാൻ എൻ്റെ കയ്യിൽ കാശുമില്ല, ക്ഷമിക്കണം എന്നൊരു വാക്കെങ്കിലും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകൂ. വലിയ കളികളും കുതികാൽ വെട്ടുമൊക്കെ നിർത്തി പശ്ചാത്തപിച്ച് ജീവിക്കൂ.